എല്ലാരുമേകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻ ഭുജബലത്താൽ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അപ്പോസ്തലപ്രവൃത്തികൾ 5-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യം. അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിൻ്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവർ എല്ലാവരും ഏക മനസ്സോടെ ശലോമോൻ്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. ആമേൻ. ആദിമസഭയുടെ ആരംഭഘട്ടമാണ് നമ്മളിവിടെ കാണുന്നത്. യേശു കർത്താവിൻ്റെ, നമ്മുടെ രക്ഷിതാവിൻ്റെ ശിഷ്യന്മാരായി മുൻപിലേക്ക് കർത്താവ് അവൻ കൂട്ടിക്കൊണ്ടുവന്ന ആമേൻ താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാർ, ആമേൻ അവരുടെ മേലിരിക്കുന്ന അഭിഷേകം, ആമേൻ പല അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുവാനിടയായി. ആമേൻ അവരിലുള്ളവരുന്നൊരു പ്രത്യേകത നമുക്കവിടെ കാണുന്നു. അവരെല്ലാവരും ഏക മനസ്സോടെ ശലോമോൻ്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. ആമേൻ. കർത്താവ് ആഗ്രഹിക്കുന്നതാണ് ഒരു മനസ്സുള്ളവർ, ഏക മനസ്സുള്ളവരായി ആമേൻ യേശുവിൻ്റെ നാമത്തിൽ ഒരൊറ്റ മനസ്സോടുകൂടി ആമേൻ ഒന്ന് തന്നെ സംസാരിക്കുന്നവരായി. ആമേൻ. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ ആമേൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. എവിടെയെല്ലാം ദൈവജനം ഒരുമിക്കുന്നുവോ, ഏക മനസ്സോടെ നിൽക്കുന്നുവോ, അവിടെ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കാണുവാനായിട്ട് കഴിയും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, ജോലി, ബിസിനസ് മേഖലകളിൽ, സകല മേഖലകളിലും, സഭയ്ക്കകത്ത്, സഭയ്ക്ക് പുറത്ത്, സമൂഹത്തിൻ്റെ നടുവിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തുമ്പോൾ ആമേൻ അത്ഭുതങ്ങൾ അടയാളങ്ങളും സംഭവിക്കുക തന്നെ ചെയ്യും. ദൈവകരങ്ങൾ നമുക്ക് നല്ല പ്രഭാതത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, നീ എൻ്റെ മേൽ അവിടുത്തെ ആത്മശക്തിയാൽ നിറച്ച് കർത്താവെ ഞങ്ങളെ ഉപയോഗിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. നല്ല പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവെ, നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ് നടത്തിയ സകല വിധങ്ങൾക്കുമായി സ്തോത്രം. കർത്താവെ, ഈ പകലിൽ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തിരഞ്ഞെടുത്ത എല്ലാ മക്കളും ആരും കർത്താവെ പിന്മാറ്റത്തിലേക്ക് പോകാനോ ഒന്നും ഇടയാകല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ. കൂട്ടായ്മകൾ, സുവിശേഷ പ്രവർത്തനങ്ങൾ, ആമേൻ സകലതും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ. പ്രയാസങ്ങളിരിക്കുന്നവർ അതിൽ നിന്നും വിടുതൽ പ്രാപിക്കട്ടെ. ആമേൻ. സ്തോത്രം. രോഗികൾ രോഗക്കിടക്കമേൽ നിന്നും എഴുന്നേൽക്കട്ടെ. ആമേൻ. കടഭാരത്താൽ നീറുന്നവർ അതിൽ നിന്നെല്ലാം പുറത്തു വരട്ടെ. ആത്മാവിൽ ക്ഷീണിച്ചിരിക്കുന്നവർ, പ്രയാസത്തിലിരിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. കർത്താവിൻ്റെ അത്ഭുതകരം അവരുടെ മേൽ പതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പാപത്തിനടിമപ്പെട്ടു പോയവർ ജീവൻ പ്രാപിച്ചെഴുന്നേൽക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, എളിയവരായിരിക്കുന്ന കൂട്ടായ്മ നടന്നു വരുന്ന പ്രവർത്തനങ്ങളെല്ലാം, രാജ്യത്തിൻ്റെ പല ഭാഗത്തായി നടന്നു വരുന്ന പ്രവർത്തനങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബൈബിൾ കോളേജിൻ്റെ പ്രവർത്തനങ്ങളെയും ദൈവകരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പഠിപ്പിക്കുന്ന അധ്യാപകർ സകലരും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹമായിരിക്കട്ടെ. കർത്താവ്, നാളുകളിലൊക്കെ സുവിശേഷ വേലയ്ക്ക് കൈത്താങ്ങ് കൊടുക്കുന്നവർ കർത്താവിൻ്റെ കൃപയിൽ ആമേൻ ദൈവശക്തി നിറയപ്പെടട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ രക്തക്കോട്ടയിൽ മറക്കണമേ. ദൈവമേ കർത്താവെ, ഹല്ലേലൂയ. മാതാപിതാക്കളും സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, സ്നേഹിതന്മാർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദേശത്തായിരിക്കുന്നവർ, മറ്റ് സംസ്ഥാനങ്ങളിലായിരിക്കുന്നവർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം അവരുടെ മേലുണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. സഹോദരങ്ങളായിരിക്കുന്ന ഒരു ചെറിയ കൂട്ടത്തോടും കരുണയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തമിഴ് സഹോദരങ്ങൾ, ആമേൻ തെലുങ്ക് സംസാരിക്കുന്നവർ, ഹിന്ദി സംസാരിക്കുന്നവർ, കർത്താവ് എങ്ങനെയെല്ലാം ദൈവമെല്ലാവരും ഒരുമിച്ച് കൂടി കർത്താവ് ഏക മനസ്സുള്ളവരായി യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാനിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഹല്ലേലൂയ. ഇന്ന ദിവസം കർത്താവിന് പ്രസാദകരമായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ. ബ്രദേഴ്സിന് കൂടി വരവുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ജയിൽ മിനിസ്ട്രികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പരസ്യങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെ. കർത്താവെ, നേരുന്ന വേദനകളിലൊക്കെ ആയിരിക്കുന്നവരെ കർത്താവ് തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തിരുസാന്നിധ്യത്തിനായി ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അപേക്ഷിക്കുന്നു. കേൾക്കേണ്ട നല്ല പിതാവേ, ആമേൻ.